അതേ ഞാൻ ചോറുണ്ടാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അക്കു ഉണ്ടാക്കിയ ഒരു ചിക്കൻ തോരനാണ്. ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇവളിവിടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്താ ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ തോരനൊക്കെ അക്കു പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ പരിപാടിയാണ്. അപ്പോൾ ഇതും അധികം കറിയൊന്നും വേറെ കൂട്ടണ്ട, ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാമെന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പൊതുവേ ഈ ചോറിന് അധികം ചിക്കൻ കൂട്ടി അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മോരുകറി ഇച്ചിരി നാരങ്ങാച്ചാറും കൂടെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ 2 തേങ്ങയും 1 ലിറ്റർ വെളിച്ചെണ്ണ അതിനകത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളുടെ പാചകം ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും നമുക്കറിയത്തില്ലല്ലോ. കൊള്ളാം കേട്ടോ, രുചിയുണ്ട്. ഇനി ഞാൻ ചോറ് കൂട്ടി കഴിച്ച് നോക്കട്ടെ. കൊള്ളാവേ, സംഭവം അടിപൊളിയാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. ചോറിന് കൂട്ടിയാൽ നമുക്കങ്ങനെ മടുക്കത്തില്ല. ചിക്കൻ കറിയൊക്കെ ചോറിന് ഇങ്ങനെ അധികം കൂട്ടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ചോറിന് അങ്ങനെ ഇടയ്ക്കൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഇതെനിക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇച്ചിരി നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ടാൽ മതി. പൊളിച്ചു. അപ്പം എൻ്റെ റെസിപ്പി ഇതേ കണ്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് അതും വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളക് കീറിയതും ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്ക് ഒരു സബോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതൊന്ന് വെന്ത് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. അപ്പം നമ്മുടെ ചിക്കൻ കഷ്ണം കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് തുറന്ന് വെച്ച് നമുക്ക് ഇളക്കി പറ്റിച്ച് കൊടുക്കാം. ആ വെള്ളം പറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരക പൊടി, കുറച്ച് ഗരം മസാല ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ സൂപ്പറാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഒരു മിഡിൽ ക്ലാസ് അടുക്കള.